പക്ഷെ നമ്മളെ SLC റിസൾട്ട് വന്നല്ലോ, ആ കുട്ടികളൊക്കെ നമുക്ക് അനുമോദിക്കണ്ടേ? ആ റിസൾട്ട് വന്നല്ലോ, 99.5% ഉണ്ട് എന്നാണ് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മളൊരു എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ SLC എക്സാമിനോടനുബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ എജു എക്സ്പോ സംഘടിപ്പിക്കാറുള്ളത്. ഈ പ്രാവശ്യം നമ്മളത് കൊടുവള്ളി വെച്ചാണ് ഇപ്പോൾ ഒന്ന് നടക്കുന്നത്, ഒന്ന് കോട്ടക്കൽ വെച്ചിട്ടാണ്. 2 സ്ഥലത്തെ പരിപാടി വിപുലമായ ഒരുക്കുണ്ട്. നമുക്ക് ആ കുട്ടികളെ മുഴുവൻ ഒന്ന് ആദരിക്കണം. അതോടൊപ്പം SLCക്കാരെ മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് +2കാരെയും ഡിഗ്രിക്കാരെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ ഒരു എക്സ്പോ ആണ് അവിടെ നടക്കുന്നത്. അതൊരു ഫെസ്റ്റിവൽ കൂടിയാണ്, ഒരു എഡ്യൂക്കേഷൻ ഫെസ്റ്റിവൽ. തുടർ പഠനത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ സാധ്യതകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരുപാട് സ്റ്റാളുകളുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ ഏജൻസികൾ, സ്ഥാപനങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന വിപുലമായൊരു സംവിധാനം. അതാ ഞാൻ പറഞ്ഞത് ഫെസ്റ്റിവൽ എന്ന്, ഒരാഘോഷം തന്നെയാണ്, എഡ്യൂക്കേഷൻ ആഘോഷം തന്നെയാണ്. 14-15 നമ്മൾ കൊടുവള്ളി എളേറ്റിൽ വട്ടോളിയിലെ മർസുല കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അതില് നമുക്കറിയാം, അന്ന് നമ്മുടെ പത്രത്തില് അത് സംബന്ധമായി പരസ്യം വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധപ്പെട്ടില്ലേ? അത് പിന്നെ വിപുലമായ ആളുകൾ, അതായത് ഇപ്പോൾ മുതുകാട് തുടങ്ങി, അത് MS ജലീല്, അതുപോലെ തന്നെ AI വിദഗ്ധൻ ആയ പിന്നെ ഉമർ അബ്ദുസലാം, SV മുഹമ്മദ് ഒക്കെ പങ്കെടുക്കുന്ന വിപുലമായ ക്ലാസ്സുകളാണ് 2 ദിവസം. അതോടൊപ്പം തന്നെ അബ്ദുള്ള സയ്യിദ്, രാഘവൻ MP, PT റഹീം MLA, നജീബ് കാന്തപുരം, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളൊക്കെ പങ്കെടുക്കുന്ന വിപുലമായ ഒരു പരിപാടിയാണത്. തീർച്ചയായിട്ടും നമുക്കതൊരു ഗംഭീരമാക്കണം, വിജയിപ്പിക്കണം. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ കൊടുവള്ളിയിലെ പരിപാടി നടക്കുമ്പോൾ അതിന്റെ പരിസരത്ത് 2-3 സ്കൂളുകളുണ്ട്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ SLC പരീക്ഷ എഴുതുന്ന കുട്ടികളുള്ള സ്കൂളുകളാണത്. ഒന്ന് MJ ഹൈസ്കൂള്, അതുപോലെ തന്നെ പന്നൂർ ഹൈസ്കൂള്, ചക്കാലക്കൽ സ്കൂള്. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല, കൃത്യമായ റിസൾട്ട് കിട്ടിയിട്ടില്ല. എങ്കിലും മോശമാവാൻ സാധ്യതയല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ റെക്കോർഡ് വിജയമാണ് അവിടെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ പരിസരത്തുള്ള ഒരുപാട് സ്കൂള്, കുന്നമംഗലം സ്കൂള്, അതുപോലെ കൊടുവള്ളിയിലെ ഹൈസ്കൂള്, അങ്ങനെ തുടങ്ങി ഓമശ്ശേരിയിലെ വാദിയുത സ്കൂള്, അങ്ങനെ തുടങ്ങി സ്കൂളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. റിസൾട്ട് എന്താണെന്ന് അറിയില്ല. എന്തായാലും അവരൊക്കെ ഒത്തുകൂടുന്ന വലിയ വിപുലമായൊരു പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ എജു എക്സ്പോ. അത് വിജയിപ്പിക്കണം, ഗംഭീരാക്കണം. ധാരാളം കുട്ടികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രക്ഷിതാക്കൾക്കും അവസരമുണ്ട്. കാരണം കുട്ടികളുടെ ഉപരിപഠനത്തോടൊപ്പം ജോലി സാധ്യത വരെ അവിടെ കൃത്യമായ ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അധ്യാപകർക്ക് പങ്കെടുക്കാം, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് പങ്കെടുക്കാം. വിദ്യാർത്ഥികൾ അതിലെ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരെയാണ്. പിന്നെ കൊടുവള്ളി ആ മർസുല കൺവെൻഷൻ സെന്റർ വിപുലമായ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം വിജയിച്ച കുട്ടികളൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഫുൾ A+ വാങ്ങിയ കുട്ടികളെ വീണ്ടും അഭിനന്ദിക്കുകയാണ്. അവരൊക്കെ ഒത്തുകൂടുന്ന വിപുലമായ ഒരു വിദ്യാഭ്യാസ ഫെസ്റ്റിവലാണ് കൊടുവള്ളിയിൽ നടക്കാൻ പോകുന്നത്. നമ്മൾക്കൊക്കെ അത് എല്ലാവരുടെയും പങ്കാളിത്തം നമ്മൾ ക്ഷണിക്കുകയാണ്. വലിയ ജനക്കൂട്ടുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും, നാട്ടുകാരായ ആളുകളും എല്ലാം പങ്കെടുക്കുന്ന വിപുലമായ പരിപാടിയാണ്. നമുക്ക് എന്തായാലും വിജയിപ്പിക്കണം. അതിനാവശ്യമായ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തും. ഓഫീസ് കേന്ദ്രീകരിച്ചാണല്ലോ, സുപ്രഭാതത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നിങ്ങളാണ് നടത്തേണ്ടത്. കാര്യങ്ങളൊക്കെ അവരെ വിവരം അറിയിക്കുക, മെസ്സേജ് കൊടുക്കുക. അവരെ ആ സ്കൂള് അവരെ അവിടെ വെച്ച് ആദരിക്കുന്നുണ്ട്. ആ സ്കൂളുകൾ ആദരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നിങ്ങൾ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കി കേട്ടോ, നമ്മൾ ഗംഭീരാക്കണം. മലബാറിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേള സുപ്രഭാതം എജു എക്സ്പോ 2K25.